0.01 എത്ര ശതമാനമാണ് 0.001? നമുക്കിവിടെ 0.01 എത്ര ശതമാനമാണ് 0.001 എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് 0.01 0.001 ഗുണം 100, നമ്മൾ സാധാരണ ശതമാനം കണ്ടുപിടിക്കുന്ന രീതിയിൽ തന്നെ. ഇനി അംശത്തിനെ 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കാനായിട്ട് ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ ഡെസിമൽ പോയിൻ്റ് 2 സ്ഥാനം വലത്തോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ വരും, അതായത് 0.1 എന്ന് വരും. അംശം 0.1, ഇടതുവശത്തേക്കുള്ള മറ്റ് പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതില്ല. ബൈ ഛേദം 0.01 തന്നെ കൊടുക്കുക. ഇനി ഛേദത്തിലെ ഡെസിമൽ പോയിൻറ്റിനെ നമുക്ക് ഒഴിവാക്കണം. ഛേദത്തിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം വലതുവശത്ത് 2 അക്കങ്ങളാണുള്ളത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ നമുക്ക് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അംശത്തിനെ 100 കൊണ്ട് ഗുണിക്കുന്നു, ഛേദത്തിനെയും 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ അംശം എങ്ങനെയാവും? അംശത്തിലും 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഡെസിമൽ പോയിൻ്റ് 2 സ്ഥാനം വലത്തോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, അപ്പോൾ ഒരു 0 കൂടെ ചേർക്കുക. അംശം 10 എന്നാവും. ഛേദം ഡെസിമൽ പോയിൻ്റ് 2 സ്ഥാനം വലത്തോട്ട് മാറ്റുമ്പോൾ 1 എന്ന് വരും. അപ്പോൾ 10/1, അതായത് 10. അപ്പോൾ 10% ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. 15-3-4-5 ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏത്? അപ്പോൾ ഇവിടെ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കേണ്ട ശരിയായ സിമ്പിൾസ് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സിമ്പിൾസ് ഓരോ ഓപ്ഷൻസായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ 15/3 + 4 × 5 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിലെ ഹരണക്രിയയും ഗുണനക്രിയയും നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ 15/3 എത്ര? 5. 5 + 4 = 20. അപ്പോൾ 5 + 20 = 25. അപ്പോൾ ഇത് ശരിയായി കിട്ടും. അപ്പോൾ ആദ്യത്തെ സിമ്പിൾസ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികളുണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമുണ്ട്? ഇവിടെ ഈ സ്കൂളിൽ മൊത്തം 1600 കുട്ടികളാണുള്ളത്. അതിൽ ഗേൾസിൻ്റെ ശതമാനം 55% പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗേൾസ് 55%. അപ്പോൾ ബാക്കിയാണ് ആൺകുട്ടികൾ. അപ്പോൾ ബോയ്സിൻ്റെ ശതമാനം എത്ര വരും? 100-ൽ നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ 45 എന്ന് കിട്ടും. അപ്പോൾ ബോയ്സ് 45%. അങ്ങനെയെങ്കിൽ നമുക്ക് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം കണ്ടുപിടിക്കാം. പെൺകുട്ടികളുടെ എണ്ണം 1600-ൻ്റെ 55%. അതായത് 1600 × 100-ൽ 55 വരും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 പൂജ്യങ്ങൾ ക്യാൻസലാവും. പോയിട്ട് 16 × 55 എന്ന് വരും. ഗുണിക്കേണ്ടതില്ല, ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതുപോലെ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 1600-ൻ്റെ 45% കാണാം. 1600 × 100-ൽ 45. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. അതായത് 16 × 45 ആൺകുട്ടികളുടെ എണ്ണം. ഇനി ബാക്കി നോക്കാം. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികളുണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമുണ്ട്? ഇവിടെ തോറ്റ കുട്ടികളുടെ ശതമാനമാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് തോറ്റ കുട്ടികളുടെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പെൺകുട്ടികളിൽ 90% കുട്ടികളാണ് ജയിച്ചത്. അപ്പോൾ ബാക്കി 10%, അതായത് 100-ൽ നിന്നും 90 കുറച്ചാൽ കിട്ടുന്ന 10% കുട്ടികൾ തോറ്റു. അതായത് പെൺകുട്ടികളുടെ 10% പേർ തോറ്റു. അപ്പോൾ തോറ്റ പെൺകുട്ടികളുടെ എണ്ണം കാണുന്നതിനായിട്ട് പെൺകുട്ടികളുടെ ആകെ എണ്ണം ഇതാണ്, അതിൻ്റെ 10% കണ്ടാൽ മതി. അപ്പോൾ ഇത് ഗുണം 100-ൽ 10 തോറ്റ പെൺകുട്ടികളുടെ എണ്ണം. അതുപോലെ ആൺകുട്ടികളുടെ 80% ജയിച്ചത്. അപ്പോൾ ബാക്കി 20% കുട്ടികൾ തോറ്റു. അപ്പോൾ തോറ്റ ആൺകുട്ടികളുടെ എണ്ണം കാണാൻ ആൺകുട്ടികളുടെ ആകെ എണ്ണം ഇതാണ്, അതിൻ്റെ 20% കാണണം. ഇൻറ്റു 100-ൽ 20. അപ്പോൾ ആകെ തോറ്റ കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് ഈ 2 എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടാം. അതിനു മുമ്പ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 55-നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5.5 എന്ന് കിട്ടും. 5.5. അപ്പോൾ ഇത് 16 × 5.5 എന്ന് വരും. അതുപോലെ ഇവിടെ നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 45-ഉം 10-ഉം ഇത് രണ്ടും 5 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ്. 45-നെ 5 കൊണ്ട് ഹരിച്ച 9,
10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2, 2 2 ക്യാൻസലാവും. അപ്പോൾ 16 ഗുണം 9 എന്നും വരും. ഇവിടെ രണ്ടിടത്തും 16 കോമൺ ആണ്. അപ്പോൾ നമുക്കിത് 16 ഗുണം 5.5 അധികം 9, അതായത് 16 ഗുണം 9 5 14, 14.5 എന്ന് വരും. ഇനി ഇതാണ് ആകെ തോറ്റ കുട്ടികളുടെ എണ്ണം. അപ്പോൾ തോറ്റ കുട്ടികളുടെ ശതമാനം കാണണം. തോറ്റ കുട്ടികളുടെ ശതമാനം കാണുന്നതിനായിട്ട് 1600-ൽ ആകെ കുട്ടികളുടെ എണ്ണം 1600 ആണ്. 1600-ൽ ഈ എണ്ണം 16 ഗുണം 14.5 ഗുണം 100 കാണുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തു, 16ഉം 16ഉം ക്യാൻസലായി, പോയിട്ട് 14.5 എന്ന് കിട്ടും. അതായത് തോറ്റ കുട്ടികളുടെ ശതമാനം 14.5%. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? ഇവിടെ ദിക്കുകൾ കണ്ടെത്തേണ്ടതുകൊണ്ട് നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നോക്കുക, ഇത് കിഴക്ക് ഈസ്റ്റ്, വെസ്റ്റ്, മുകളിൽ നോർത്ത്, താഴെ സൗത്ത്. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ടാണ് യാത്ര ആരംഭിച്ചത്. അപ്പോൾ ആദ്യം അയാൾ ഇങ്ങോട്ട് പോയി, അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ തെക്കോട്ടാണ് അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. വീണ്ടും വലത്തോട്ട് തിരിയുമ്പോൾ ഇങ്ങനെ, ഇപ്പോൾ പടിഞ്ഞാറോട്ടായി. അങ്ങനെ യാത്ര തുടർന്നാൽ ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ അയാൾ പടിഞ്ഞാറോട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ സി, പടിഞ്ഞാറോട്ട്. 3/0.25 ഗുണം 7/0.25 ഗുണം 16/0.49 ഡിവൈഡഡ് ബൈ 21/0.25 ഗുണം 16/0.24 സമം ഡാഷ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക, 3/0.25 ഗുണം 7/0.25. ഇവിടെ രണ്ടര സംഖ്യയിലും പവർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഒന്നിച്ചെഴുതാം. അതായത് 3 ഗുണം 7 ദി ഹോൾ റേസ് ടു 0.25 എന്ന് എഴുതാം. ഇൻറ്റു 16/0.49 ഡിവൈഡഡ് ബൈ 21/0.25 ഗുണം 16/0.24. അപ്പോൾ ഇത് 3 ഗുണം 7 21 അപ്പോൾ ഇത് 21/0.25 ഡിവൈഡഡ് ബൈ 21/0.25 എന്ന് വരും. ഓർക്കാം, 3 ഗുണം 7 21. അതുകൊണ്ട് ഇത് 21/0.25 ബൈ 21/0.25 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ പോയിട്ട് 16/0.49 ബൈ 16/0.24 എന്നേ വരുള്ളൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കണം. അതായത് a/m ബൈ a/n സമം a/m - n ആണ്. അപ്പോൾ ഈ നിയമം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പവറിൽ നിന്നും ഈ പവർ കുറച്ചാൽ മതി. അതായത് 16/0.49 മൈനസ് 0.24 എന്ന് കിട്ടും. അതായത് 16/0.49 നിന്ന് 0.24 കുറച്ചാൽ 0.25 വരും. ഇതിൻ്റെ വാല്യൂ കാണണം. അതിനായിട്ട് നമുക്ക് ഈ 0.25 നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് 0.25 എന്നാൽ ഭിന്നസംഖ്യാ രൂപത്തിൽ 1/4 ആണ്, അഥവാ 4/1. അപ്പോൾ 16/4 എന്ന് വരും. ഇവിടെ നോക്കുക, 16ൻ്റെ പവർ, ആ പവർ ഒരു ഭിന്നസംഖ്യയാണ്, അതിൻ്റെ ഛേദത്തിൽ 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ 16നെയും കൂടി പവർ 4 വരുന്ന ഏതെങ്കിലും സംഖ്യയാക്കി മാറ്റാമോ എന്ന് നോക്കുക. ഓർക്കുക, 16 എന്ന് പറഞ്ഞാൽ 2/4 ആണ്. അതുകൊണ്ട് നമുക്ക് 16നെ 2/4 എന്ന് എഴുതാം. 2 4 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 16 കിട്ടുമല്ലോ. അപ്പോൾ 2/4 ദി ഹോൾ റേസ് ടു 1/4 എന്ന് വരും. ഇനി വീണ്ടും ഒരു കൃത്യങ്ക നിയമം കൂടി നമ്മൾ ഉപയോഗിക്കണം. അതായത് a/m ദി ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു a/m ഇൻറ്റു n. അപ്പോൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ ഇത് പവറുകൾ തമ്മിൽ ഗുണിച്ചെടുത്താൽ മതി. 2/4 ഗുണം 4/1 എന്ന് വരും. അപ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസലാവും. പോയിട്ട് 2/1 സമം 2. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 2. ശരി ഉത്തരം ഓപ്ഷൻ എ. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും
കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? ഇവിടെ രണ്ടാളുകൾ, അരുൺ അതുപോലെ കണ്ണൻ. ഇവർ ഒരു യാത്ര പുറപ്പെടുന്നു. അരുണിൻ്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററും കണ്ണൻ്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററുമാണ്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവർ സഞ്ചരിച്ച ദൂരം നമുക്ക് d കിലോമീറ്റർ എന്ന് എടുക്കാം. d കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അരുണിന് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ്? സമയം കണ്ടുപിടിക്കുന്നതിനായിട്ട് സഞ്ചരിച്ച ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് d/60 മണിക്കൂറായിരിക്കും അരുണിന് ഈ ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം. അതുപോലെ കണ്ണന് ഈ ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് d/40 മണിക്കൂർ. ഇവിടെ വേഗത കുറഞ്ഞയാൾ കണ്ണനാണ്. അതുകൊണ്ട് കണ്ണനാണ് കൂടുതൽ സമയം വേണ്ടി വരിക. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് തന്നെ സ്ഥലത്തെത്തി. അപ്പോൾ ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3 മണിക്കൂറാണ്. ഇതിൽ വലിയ സംഖ്യ d/40 ആണെന്ന് ഓർക്കുക. അപ്പോൾ d/40 മൈനസ് d/60 എന്നുള്ളത് 3 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് d കണ്ടുപിടിക്കാം. ഇവിടെ രണ്ട് ഭിന്നസംഖ്യകൾ ആണ്. അത് കുറയ്ക്കുന്നതിനായിട്ട് ഇവയുടെ ഛേദം തുല്യമാക്കണം. അതിനായിട്ട് ഈ 60 കൊണ്ട് ഇവിടെ അംശത്തിനെ ഗുണിക്കുക, ഡിയെ ഗുണിക്കുക. അതുപോലെ 40 കൊണ്ട് ഇവിടുത്തെ അംശമായ ഡിയെയും ഗുണിക്കുക. അപ്പോൾ 60 ഗുണം d 60d മൈനസ് 40 ഗുണം d 40d ബൈ കോമൺ ഛേദമായിട്ട് 40 ഗുണം 60 സമം വലതുവശം 3 തന്നെ. 60d നിന്ന് 40d കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20d എന്ന് കിട്ടും. 20d ബൈ 40 ഗുണം 60 സമം 3 എന്ന് എഴുതാം. 20ഉം 40ഉം രണ്ടും 20ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 20 കൊണ്ട് നമുക്ക് ഹരിക്കാം. 20നെ 20 കൊണ്ട് ഹരിച്ചാൽ 1, 40നെ 20 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ അംശം എന്താവും? 1d. 1d എന്നുള്ളത് d എന്ന് എഴുതിയാൽ മതി. ബൈ ഛേദം 2 ഗുണം 60 120 സമം 3. അപ്പോൾ d കണ്ടുപിടിക്കാനായിട്ട് 120 കൊണ്ട് ഈ 3നെ ഗുണിക്കുക. 120 ഗുണം 3 360. അതായത് അവർ സഞ്ചരിച്ച ദൂരം 360 കിലോമീറ്ററാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് WCDAKCU ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? ഇവിടെ ടീച്ചറിന് നൽകിയിരിക്കുന്ന കോഡ് നോക്കുക. നമുക്ക് ആ കോഡൊന്ന് സസൂക്ഷ്മം പരിശോധിക്കാം. ടീച്ചറിന് നൽകിയിരിക്കുന്ന കോഡ് WCDAKCU എന്നാണ്. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലെ 1, 3, 5, 7 ഈ സ്ഥാനത്ത് വരുന്ന അക്ഷരങ്ങളുടെ കോഡുകൾ നോക്കുക. ഇവിടെയൊക്കെ അക്ഷരങ്ങൾ ടിയുടെ കോഡ് കൊടുത്തിരിക്കുന്നത് W, എയുടെ കോഡ് D, എച്ചിൻ്റെ കോഡ് K, ആറിൻ്റെ കോഡ് U. 3 അക്ഷരം മുന്നോട്ട് മാറ്റിയിരിക്കുകയാണ്. T കഴിഞ്ഞ് UVW മൂന്നാമത്തെ അക്ഷരമാണ് W വരുന്നത്. അതുപോലെ A കഴിഞ്ഞ് BCD, A കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ അക്ഷരമാണ് D. അതുപോലെ H കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ അക്ഷരമാണ് K, 6 കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ അക്ഷരമാണ് U. അതുപോലെ 2, 4, 6 ഈ സ്ഥാനങ്ങളിൽ വരുന്ന അക്ഷരങ്ങൾക്ക് കോഡ് കൊടുത്തേക്ക് നോക്കുക. ഇയുടെ കോഡ് C, സിയുടെ കോഡ് A, ഇയുടെ കോഡ് C. അതായത് 2 അക്ഷരം പുറകോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ 1, 3, 5, 7 ഈ സ്ഥാനങ്ങളിൽ വരുന്ന അക്ഷരങ്ങളുടെ കോഡുകൾ 3 അക്ഷരം മുന്നോട്ട് നീക്കിയിരിക്കുന്നു. അതേസമയം 2, 4, 6 ഈ സ്ഥാനങ്ങളിൽ വരുന്ന അക്ഷരങ്ങൾക്ക് അതിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത് 2 അക്ഷരം പുറകോട്ട് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ കോഡ് നോക്കാം. നമുക്ക് ആദ്യം ഇതിലെ 1, 3, 5, 7 ഈ അക്ഷരങ്ങളുടെ കോഡുകൾ എഴുതാം. അപ്പോൾ ഇവ 3 അക്ഷരം മുന്നോട്ട് നോക്കണം. എസ് കഴിഞ്ഞ് TUV മൂന്നാമത്തെ അക്ഷരം V, U കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ അക്ഷരം ഏതാണ്? VWX വരണം. E കഴിഞ്ഞ് FGH വരണം. T കഴിഞ്ഞ് UVW. അപ്പോൾ നോക്കുക, VXHW ഇതാണ് 1, 3, 5, 7 ഈ സ്ഥാനങ്ങളിൽ വരുന്നത്.
അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഉത്തരം എഴുതാം. കാരണം 1, 3, 5, 7 ഈ സ്ഥാനങ്ങളിൽ VXHW ഇവ വരുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. നോക്കുക, VXHW. അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഇവിടെ ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾക്കിടയിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയമാണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന മിനിറ്റിനെ 11 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റ് 20 ആണ്. 20നെ 11 കൊണ്ട് ഗുണിക്കുക. 20 × 11 220 വരും. 220ൻ്റെ പകുതി 110. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 110 ഡിഗ്രിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഇവിടെ 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിട്. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 45 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര തകിടുകളാണ് ഉണ്ടാക്കേണ്ടത്. ഓർക്കുക, ഈ 45 സെൻറ്റിമീറ്ററിനെ നമുക്ക് 9 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള 5 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കാൻ പറ്റും. കൂടാതെ ഈ വശത്തിനെയും നമുക്ക് 9 സെൻറ്റിമീറ്റർ ഉള്ള 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാം. കാരണം 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് കിട്ടുക. 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാം. അപ്പോൾ ആകെ 9 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര തകിടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 × 5 = 25 ആണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി 25.